നമസ്കാരം. പ്ലസ് ടു പരീക്ഷ നാളെ എഴുതാൻ പോകുന്ന പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മെട്രിസസിന്റെ റിവിഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാലോ. ഒന്നാമത്തെ ചോദ്യം, ഇത് 2021 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഫൈൻഡ് find x and y so that x plus y equal to 7025 and x minus y is 3003. അപ്പൊ ഇവിടുന്ന് നമ്മൾ എക്സും വൈയും മെട്രിക്സ് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ എന്ത് കിട്ടും? ഈ വൈയും മൈനസ് വൈയും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലെ. എക്സ് പ്ലസ് എക്സ് 2x ആയിട്ട് വരികയും ചെയ്യും. ഇത് ക്യാൻസൽ ആയി പോയിട്ട് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആ കൂട്ടേണ്ടത് അല്ലെ. 7 3 7 plus 3 10 0 plus 0 0 2 plus 2 0 2 എന്ന് വരും. 5 plus 3 8 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇതാണ് 2x. ഇവിടെ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ x ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, പിന്നെ 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 തന്നെയാണ്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 8നെ ഡിവൈഡ് ചെയ്താൽ 4. അപ്പൊ ഇതാണ് നമ്മുടെ x. ഇനി x എടുത്ത് ഈ മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇത് പ്ലസ് ചെയ്യാണ് ചെയ്തത് നമ്മൾ അല്ലെ. സബ്ട്രാക്ട് ചെയ്താൽ x മൈനസ് x 0 ആയി പോവും. പിന്നെ y മൈനസ് y 2y എന്ന് വരും അല്ലെ. ഇത് രണ്ടും കൂടെ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ 7 മൈനസ് 3 4 എന്ന് കിട്ടും. 0 മൈനസ് 0 0 എന്ന് വരും. 2 മൈനസ് 0 2 എന്ന് വരും. 5 മൈനസ് 3 2 എന്ന് കിട്ടും. ഇത് 2y ആണ്. നമുക്ക് y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് കിട്ടും? 2 0 1 1 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് എക്സും വൈയും. 3 മാർക്കിന്റെ ചോദ്യമാണ്. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള 1 മാർക്കിന്റെ ചോദ്യമാണ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കൂ. എ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് ആണെല്ലാം അല്ലെ. അപ്പൊ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. ഇത് കറക്റ്റ് ആണ്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്, അതും കറക്റ്റ് ആണ്. പിന്നെ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു കെ ഔട്ട് സൈഡ് എടുത്ത കോൺസ്റ്റന്റ് ആണ് കെ ഔട്ട് സൈഡ് എടുത്താൽ എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. അതും കറക്റ്റ് ആണ്. ഏതാണ് തെറ്റ്? ഇതാണ് തെറ്റ്. ഇത് ശരിയല്ല. ഇത് എങ്ങനെയാ കറക്റ്റ് ആവുന്നത്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് വരിക. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതി വെക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ, 1 മാർക്കിന് ചോദിക്കുന്ന സാധാരണ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഇത്. ക്ലിയർ ആണല്ലോ? സംശയം ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് 3ാമത്തെ ചോദ്യം നോക്കൂ. ഇതെല്ലാം 2023 മാർച്ചിലെ ചോദ്യങ്ങളാണ് കേട്ടോ. 3ാമത്തെ ചോദ്യം, എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. വെരിഫൈ എ പ്ലസ് എ ട്രാൻസ്പോസസ് സിമെട്രിക്, എ മൈനസ് എ ട്രാൻസ്പോസസ് സ്ക്യൂ സിമെട്രിക് എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ എ മെട്രിക്സ് നമുക്കറിയാം 1 5 6 7. ഇനി ഇതിന്റെ പോലെ എന്ത് എഴുതണം? നമ്മൾ എ ട്രാൻസ്പോസ് എഴുതണം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? റോ കോളം ആക്കി എഴുതാം അല്ലെ. ഫസ്റ്റ് റോ 1 5 ഫസ്റ്റ് കോളം ആക്കി എഴുതാം. സെക്കൻഡ് റോ 6 7 സെക്കൻഡ് കോളം ആക്കി എഴുതാം 6 7. ഇനി നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 1 plus 1 2, പിന്നെ 5 plus 6 11, 6 plus 5 11, 7 plus 7 14 അല്ലെ. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കിയേ. എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്താ കിട്ടുക? 2 ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആക്കി എഴുതി. സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളം ആക്കി എഴുതി. 2 11 11 14 തന്നെയാണ് കിട്ടുക അല്ലെ. ഇതെന്ത് തന്നെയാണ്? എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെയാണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പ്ലസ് എ ട്രാൻസ്പോസസ് സിമെട്രിക് എന്ന് പറയാം അല്ലെ. എങ്ങനെയാ സിമെട്രിക് ആവുക? ഒരു മെട്രിക്സ് സിമെട്രിക് ആവുന്ന എങ്ങനെയാ? അതിന്റെ ട്രാൻസ്പോസ് അത് തന്നെ ആവുമ്പോൾ, എ ട്രാൻസ്പോസ് എ തന്നെ ആവുമ്പോൾ അത് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും അല്ലെ. ഇവിടെ എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു, എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടി. therefore it is symmetric. ഇനി അടുത്തത് നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ മൈനസ് വെരിഫൈ ചെയ്യേണ്ടത് എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ചോളൂ. മൈനസ് ചെയ്യുക. എയും എ ട്രാൻസ്പോസും 1 minus 1 0, 5 minus 6 minus 1, 6 minus 5 1, 7 minus 7 0 അല്ലെ. ഇതാണ് എ മൈനസ് എ ട്രാൻസ്പോസ്. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കൂ. എ മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ത് കിട്ടും? 0 minus 1 1 0 എന്ന് കിട്ടും അല്ലെ. പക്ഷെ ഇതെന്തല്ല? എ മൈനസ് എ ട്രാൻസ്പോസ് അല്ല. ഇതൊന്നൊരു മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്താൽ 0 minus 1 1 0 ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ എന്ത് എഴുതാൻ പറ്റും നമുക്കിത്? മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം.
അപ്പൊ എ മൈനസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ മൈനസ് എ ട്രാൻസ്പോസസ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. സ്ക്യൂ സിമെട്രിക്. സിമെട്രിക് ആണ്, സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള, വെരിഫൈ ചെയ്യാനുള്ള ചോദ്യമായിരുന്നു. ഈസി ആയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. 3 മാർക്കാണ് ഈ ക്വസ്റ്റിന് കിട്ടുക. അടുത്തത് 4ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം നോക്കൂ. ഒരു മെട്രിക്സ്, 2 മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിനകത്ത് എക്സും വൈയും കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പൊ നോക്കുക, 2 മെട്രിക്സുകൾ ഈക്വൽ ആകുമ്പോൾ, 4ാമത്തെ ചോദ്യമാണ്, 2 മെട്രിക്സുകൾ ഈക്വൽ ആകുമ്പോൾ ഒരേ ഓർഡറിലുള്ള മെട്രിക്സുകളാണ് ഈക്വൽ ആവുക. ഇത് 2x2 മെട്രിക്സ് ആണ്, ഇതും 2x2 മെട്രിക്സ് ആണ് അല്ലെ. ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് x പ്ലസ് വൈ ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 5 ആയിട്ട് ഈക്വൽ ആവും അല്ലെ. ഇനി അടുത്തത് ഇവിടുത്തെ ഈ എലമെന്റ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, അതായത് A21 എന്ന് പറഞ്ഞ എലമെന്റ് 5 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇതിലത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 6 ആയിട്ട് ഈക്വൽ ആവും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 6 മൈനസ് 5 1 എന്ന് കിട്ടും. ശരിയല്ലേ? ആ എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുത്തോളൂ. 1 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും. y ഈക്വൽ ടു 5 മൈനസ് 1 4 എന്ന് വരും. ശരിയല്ലേ? അപ്പൊ എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 4 ആയിരിക്കും നമ്മുടെ ആൻസർ. എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 4. കറക്റ്റ് അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കൂ. ഇത് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന 3 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. 5ാമത്തെ ചോദ്യം നോക്കുക. എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. എക്സ്പ്രസ് എ ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് 3 3 മൈനസ് 1. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആക്കി എഴുതി. -2 -2 1. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കി. -4 -5 2. തേർഡ് റോ തേർഡ് കോളം ആക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ പഠിച്ചു എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക്കും അത് പഠിച്ചു അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇത് രണ്ടും സമ്മാക്കി എഴുതുമ്പോൾ എ ആയിട്ട് കിട്ടണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ സിമെട്രിക് മെട്രിക്സിന് എങ്ങനെയാണ് നമ്മൾ എഴുതുക? P ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതുക. അപ്പൊ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇത് രണ്ടും കൂടെ എഴുതി കൂട്ടാട്ടോ. ഞാനിവിടെ എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് കൂട്ടുകയാണ്. നിങ്ങൾ നോക്കി കൃത്യമായിട്ട് ചെയ്യുക. 3 + 3 6 വരും. 3 - 2 1 വരും. -1 -4 -5 വരും അല്ലെ. പിന്നെ -2 + 3 1 വരും. -2 + -4 വരും. പിന്നെ 1 + -5 -4 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് -4 + -1 എന്ന് വെച്ചാൽ -5. ഇവിടെ -5 + 1 -4 എന്ന് വരും അല്ലെ. പിന്നെ 2 + 2 4 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ്. അതിന്റെ ഹാഫ് ഫ്രണ്ടിൽ ഉണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിമെട്രിക് ആണ് എന്നുള്ളത് അല്ലെ. ഇവിടെ ഈ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ? ഈ ഡയഗണൽ എലമെന്റ്സ് വിട്ടേക്കു. ബാക്കി ഈ കാണുന്ന എലമെന്റ്സ് അത് തന്നെയല്ലേ എവിടെയാ നോക്കുക. ഓക്കെ, ഒരേ സൈൻ തന്നെയല്ലേ നോക്കുക. 1 -5 -4 1 -5 -4 എന്താണ്? സിമെട്രിക് ആണ് അല്ലെ. പിന്നെ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത് സിമെട്രിക് ആണ്. ഇനി ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു, അത് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ് കേട്ടോ. അപ്പൊ മൈനസ് ചെയ്യാം ഇതുപോലെ. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. 3 - 3 0. പിന്നെ 3 - -2 3 + 2 5 എന്ന് വരും. -1 + 4 3 എന്ന് കിട്ടും. പിന്നെ -2 -3 -5 എന്ന് കിട്ടും. പിന്നെ -2 -2 -2 + 2 0 എന്ന് വരും. 1 -5 6 എന്ന് കിട്ടും അല്ലെ. പിന്നെ -4 -1 അപ്പൊ -4 + 1 -3 എന്ന് കിട്ടും. പിന്നെ അടുത്തത് -5 -1 -6 എന്ന് കിട്ടും. പിന്നെ -2 -2 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂ, അതായത് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നോക്കിയാൽ മനസ്സിലാവും. ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആണ്. മുകളിൽ കാണുന്ന എലമെന്റ്സ് 5 3 6 അതിന്റെ തന്നെ നെഗറ്റീവ് ആണ് ഇപ്പുറത്ത് ഉണ്ടാവുക. -5 3 6. മുകളിൽ കാണുന്ന എലമെന്റ്സ് അതുപോലെ തന്നെ താഴെ ഉണ്ടാവും. പക്ഷെ മുകളിൽ പോസിറ്റീവ് ആണെങ്കിൽ താഴെ നെഗറ്റീവും, മുകളിൽ നെഗറ്റീവ് ആണെങ്കിൽ താഴെ പോസിറ്റീവ് ആയിരിക്കും സ്ക്യൂ സിമെട്രിക്കിന്. അറിയാലോ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടണം. P + Q ആഡ് ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്തും കൂടെ കാണിക്കണം. കാരണം എക്സ്പ്രസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിലും 1/2 ഉള്ളതുകൊണ്ട് ഞാൻ ആ 1/2 പുറത്തേക്ക് എടുത്തു. ഇനി 2 മെട്രിക്സുകളും കൂടെ നിങ്ങൾ എഴുതുക. 0 നമുക്ക് ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതാം. അപ്പോ 6 1 -5 1 -4 -4 and -5 -4 and 4. ഓക്കെ,
പ്ലസ് അടുത്തത് 0 5 3 ഈ എ മൈനസ് എ ട്രാൻസ്പോസ് ആണ് -5 0 6 -3 -6 0 ഇത് രണ്ടും കൂടെ കൂട്ടുക. അതിൽ കോമൺ ആണ് 1/2 കേട്ടോ. 1/2 രണ്ടിനും കോമൺ ആണ്. 1/2 നമ്മൾ പുറത്ത് എഴുതുകയാണ് ചെയ്യുക. 1/2 ഇൻറ്റു ഓക്കെ 6 പ്ലസ് 6 സോറി 6 പ്ലസ് 0 6 എന്ന് വരും. പിന്നെ 1 പ്ലസ് 5 6 again -5 പ്ലസ് 3 -2 എന്ന് വരും. പിന്നെ 1 മൈനസ് 5 മൈനസ് 4 -4 പ്ലസ് 0 -4 -4 പ്ലസ് 6 2 -5 പ്ലസ് 3 -3 -8 -4 -6 -10 4 പ്ലസ് 0 4. ഇതിനെ നമ്മൾ 1/2 കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോറി 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നോക്കി ഇതൊക്കെ പകുതിയാവും അല്ലെ. 3 3 -1 -2 -2 1 -4 5 -5 and 2. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ മാട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്തു? പി പ്ലസ് ക്യൂ എന്ന് പറയുന്ന മാട്രിക്സിനെ എയുടെ പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതി? എ ആയിട്ട് എഴുതി. ഇവിടെ ഈ പി എന്ന് പറയുന്നത് സിമെട്രിക്കും അതുപോലെ ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക്കും ആണ് കേട്ടോ. സ്ക്യൂ സിമെട്രിക്കും ആണ്. ഓക്കെ, അറിയാലോ? ക്ലിയർ ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വസ്റ്റൻ ആണ്. എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും നമുക്ക് ഇത് കാണാം. അടുത്തത് നോക്കൂ. ഇപ്പൊ നമ്മൾ ചെയ്തത് 5ാമത്തെ ചോദ്യമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 6ാമത്തെ ചോദ്യമാണ്. നോക്കൂ, 6ാമത്തെ ചോദ്യം. യൂസിങ് എലമെന്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദ മാട്രിക്സ് എ ഈക്വൽ ടു 1 3 2 7. അപ്പോൾ ഇവിടെ റോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും. എ ഈക്വൽ ടു ഐ എ എന്ന് എഴുതും. എ ഈക്വൽ ടു ഐ എ എന്ന് പഠിക്കുക. ഇനി എ എന്ന് പറയുന്ന മാട്രിക്സ് ഇവിടെ കൊടുക്കുക 1 3 2 7. ഇനി ഇപ്പുറത്ത് ഐഡന്റിറ്റി മാട്രിക്സ് എഴുതണം 1 0 0 1 ഇൻറ്റു എ എന്ന് പറയുന്ന മാട്രിക്സ് എഴുതുക. ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ 1 ഓൾറെഡി ഉണ്ട്. 1ന് താഴെ വരുന്ന എലമെന്റിനെ 0 ആക്കിയാൽ മതി. അപ്പോൾ ആ 2 R2-ലാണുള്ളത്. R2 ചേഞ്ചസ് ടു R2 മൈനസ് 2 R1 ചെയ്യുക അല്ലെ. അപ്പൊ ഫസ്റ്റ് റൂവിൽ മാറ്റില്ല. 1 3 എന്ന് പറഞ്ഞ ഫസ്റ്റ് റോ അങ്ങനെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ ഐഡന്റിറ്റി മാട്രിക്സിലും ചെയ്യണം കേട്ടോ ആ ട്രാൻസ്ഫോർമേഷൻ. 1 0 അങ്ങനെ തന്നെ നിൽക്കും. സെക്കൻഡ് റോ ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ട് നോക്കുക 2 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 മൈനസ് 2 0 എന്ന് വരും. പിന്നെ 7 മൈനസ് 2 ഇൻറ്റു 3 7 മൈനസ് 6 1 എന്ന് കിട്ടും. പിന്നെ അടുത്തത് 0 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് 2 എന്ന് കിട്ടും. ഈ 0 മൈനസ് 2 ഇൻറ്റു 1 പിന്നെ 1 മൈനസ് 2 ഇൻറ്റു 0 അത് 1 തന്നെ കിട്ടും. ഇനി ഈ 1 ഈ കാണുന്ന ഡയഗണൽ എലമെന്റ് ആയിട്ടുള്ള ഈ 1ന്റെ മുകളിൽ കാണുന്ന 3നെ നമ്മൾ എന്താക്കണം? 0 ആക്കണം. അത് എവിടെയാ ഉള്ളത്? R1-ലാണ് ഉള്ളത്. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ R1 ചേഞ്ചസ് ടു R1 മൈനസ് 3 R2. ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ R2-ൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. 0 1 അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ -2 1 അങ്ങനെ തന്നെ ഉണ്ടാവും. ഇൻറ്റു എ ഉണ്ടാവും. ഇനി ഫസ്റ്റ് റോ മൈനസ് ചെയ്യേണ്ടത് 1 മൈനസ് 3 ഇൻറ്റു 0 1 മൈനസ് 0 1 തന്നെ വരും. 3 മൈനസ് 3 ഇൻറ്റു 1 3 മൈനസ് 3 0 എന്ന് കിട്ടും. പിന്നെ അത് എഴുതി നോക്കുക. 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 2 1 മൈനസ് മൈനസ് അപ്പൊ പ്ലസ് ആവും. 1 പ്ലസ് 6 എന്ന് വരും 7 എന്ന് കിട്ടും. അടുത്തത് 0 മൈനസ് 3 ഇൻറ്റു 1 ദാറ്റ് ഇസ് മൈനസ് 3 എന്ന് കിട്ടും. ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് വന്നാൽ ഈ കാണുന്നതാണ് എ ഇൻവേഴ്സ്. Therefore A inverse is 7 minus 3 minus 2 1. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? എ ഇൻവേഴ്സ് എഴുതാം. ഇനി ഇതല്ലാതെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അഡ്ജോയിന്റിന്റെ ഇക്വേഷൻ ഒക്കെ ഉപയോഗിക്കാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ആയിരുന്നു. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി. ഡിറ്റർമിനന്റ് എ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ഏതാണ് മെട്രിക്സ്? 1 3 7 1 3 2 7 ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? 1/7 മൈനസ് 6 എന്ന് വരും. 1 ആയിരിക്കും ഡിറ്റർമിനന്റ്. ഇനി ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് അഡ്ജോയിന്റ് എഴുതാൻ വേണ്ടിയിട്ട് 1 3 2 7-ല് എന്ത് എഴുതണം? നമ്മൾ ഡയഗണൽ എലമെന്റ്സ് 1ഉം 7ഉം ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. 7 1 ആക്കി എഴുതാം. ഇവിടെ 7 ഇവിടെ 1. ഇനി ബാക്ക്വേർഡ് ഡയഗണലിൽ കാണുന്ന 3 2 എന്ന് പറയുന്നത് സൈൻ മാത്രം മാറ്റി എഴുതാം. -2 സോറി -3 -2 -3 -2 ഇങ്ങനെ എഴുതിയാലും എന്ത് തന്നെയാണ്? എ ഇൻവേഴ്സ് ആണ്. 7 -3 -2 1 അല്ലെ. ഇതും എന്താണ്? എ ഇൻവേഴ്സ് ആണ്. ഇങ്ങനെയും കിട്ടും കേട്ടോ. ഇവിടെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. 6ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത്. 7ാമത്തെ ചോദ്യം നോക്കിക്കേ.
consider the matrices A equal to 3, 4, minus 1, minus 1. Sorry, minus 5, minus 1. And 3A plus B എന്ന് പറയുന്നത് 2, 8, 3, minus 4. നമ്മൾ B എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കണം. ഇവിടെ 3A ല് 3 into A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 into A എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3, 4, minus 5, minus 1 plus B നമുക്ക് അറിയില്ല. That is equal to ഇവിടെ 2, 8, 3, minus 4 ഉണ്ട്. അല്ലെ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9, 12, minus 15, minus 3. Okay? Plus B equal to 2, 8, 3, minus 4 എന്ന് വരും. ഈ B ഇവിടെ നിർത്തിയിട്ട് ഈ മെട്രിക്സിന് അങ്ങോട്ട് കൊണ്ടുപോകുക. Therefore B equal to 2, 8, 3, minus 4 മൈനസ് ആവും പുറത്ത് വരുമ്പോൾ. അതുകൊണ്ട് 9, 12, minus 15, minus 3. മൈനസ് ചെയ്തോളൂ. 2 minus 9, minus 7. 8 minus 12, minus 4. 3 minus 15. 3 plus 15, 18. പിന്നെ minus 4 plus 3, minus 1 കിട്ടും. ഇതാണ് B എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇതാണ് നമ്മുടെ B എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇനി നമ്മൾ അതിന്റെ കൂടെ എന്ത് കണ്ടുപിടിക്കണം? AB കണ്ടുപിടിക്കണം. അപ്പൊ A എഴുതുക. A 3, 4, minus 5, 1 ആണ്. 3, 4, minus 5, 1. അല്ലെ? minus 5, minus 1 ആണോ? minus 1. ഇതാണ് A എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇനി ഇതിന്റെ കൂടെ B മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 7, minus 4, 18 and minus 1. മൾട്ടിപ്ലൈ ചെയ്തോളൂ. എന്ത് കിട്ടും? 7 into minus 3 into minus 7, minus 21 plus 18 into 4. കറക്റ്റ് അല്ലേ നോക്കണേ? കറക്റ്റ് തന്നെയല്ലേ? യെസ്, കറക്റ്റ് ആണ്. 3 into minus 7, minus 21 and 18 into 4. 18, 4, 10, 40 പിന്നെ 32, 72 വരും അല്ലെ? 72. പിന്നെ അടുത്തത് minus 12, minus 4. പിന്നെ സെക്കൻഡ് റോ വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ 35, minus 18. അടുത്തത് 20 plus 1. ഇങ്ങനെ കിട്ടും. അപ്പൊ 72 minus 21, 51 വരും അല്ലെ? 72 minus 21, 51 വരും. പിന്നെ ഇത് minus 16 ആണ്. And this is 35 minus 18 is 17. And this is 21. ഇതാണ് AB എന്ന് പറഞ്ഞ മെട്രിക്സ്. This is AB. മെട്രിക്സ് AB. ഇതാണ് രണ്ടാമത്തെ ചോദ്യം നമ്മളോട് AB കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 4 മാർക്കിന്റെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. അടുത്തത് 8ാമത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു കീം 2024 ഒരു ക്രാഷ് കോഴ്സ്, മാത്തമാറ്റിക്സിന്റെ ക്രാഷ് കോഴ്സ് മാത്മി ലേണിംഗ് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏപ്രിൽ 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും റെക്കോർഡ് സെഷൻസും ഉണ്ടാവും. കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. PYQ ഡിസ്കഷനും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ജോയിൻ ചെയ്യാം താല്പര്യമുള്ള ആളുകൾക്ക്. അടുത്തത് 8ാമത്തെ ചോദ്യം നോക്കൂ. 8ാമത്തെ ചോദ്യം, ഇഫ് A equal to -2, 4, 5, B equal to 1, 3, -6. കോളം മെട്രിക്സും റോ മെട്രിക്സും ആ തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് AB എന്നാ ചോദിക്കുന്നത്. A എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു 3/1 മെട്രിക്സ് ആണ്. B എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു 1/3 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് AB എന്തായിരിക്കും? 3/3 മെട്രിക്സ് ആയിരിക്കും അല്ലെ? 3/3 മെട്രിക്സ് ആയിരിക്കും. ഇത് വെരിഫൈ ചെയ്യൂടെ വേണം. അപ്പൊ നമുക്ക് AB കണ്ടുപിടിക്കാം. AB എന്താ വരിക? -2, 4, 5 പിന്നെ 1, 3, -6. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്താൽ -2 into 1, -2, -2 into 3, -6, -2 into -6, 12, 4 into 1, 4, 4 into 3, 12, 4 into -6, -24, പിന്നെ 5, 15, -30. ഇതാണ് AB എന്ന് പറഞ്ഞ മെട്രിക്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് AB കണ്ടുപിടിക്കണം എന്നുള്ളത്. AB ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അല്ലെ? AB ട്രാൻസ്പോസ് എന്തായിരിക്കും വരിക? -2, -6, 12, 4, 12, -24, 5, 15, -30. ഇതാണ് AB ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ് ഇത് തന്നെയാണെന്ന് പറയുകയാണ് വേണ്ടത്. അപ്പൊ B ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇറ്റ് ഇസ് 1, 3, -6 അല്ലെ? B ട്രാൻസ്പോസ്. ആൻഡ് A ട്രാൻസ്പോസ് എന്താ? തിരിച്ചെഴുതേണ്ടത് A എന്ന് പറഞ്ഞാൽ -2, 4, 5 ആയിരുന്നു. അത് -2, 4, 5 കോളം ആക്കിയിട്ട് റോ ആക്കി മാറ്റാം.
ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആണ് നമ്മൾ ഇനി വേണ്ടത്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 3 -6 ഇതാണ് ബി ട്രാൻസ്പോസ്. ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -2 4 5 മൾട്ടിപ്ലൈ ചെയ്തോളൂ. എന്ത് കിട്ടും? -2 4 5 -6 12 15 plus 18 -24 -30. ഇപ്പോൾ എന്തായി നോക്കൂ. എ ട്രാൻസ്പോസ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സും ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന മെട്രിക്സും ഒന്നാണ് അല്ലെ. ദർഫോർ നമുക്ക് എന്ത് എഴുതാം? എ ബി ദ ഹോൾ ട്രാൻസ്പോസസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. 8ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തത് അല്ലെ. കറക്റ്റ് ആണെന്ന് വിചാരിക്കണം, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അടുത്തത് 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 9. കൺസ്ട്രക്ട് എ 3/2 matrix A equal to Aij whose elements are Aij equal to 3i minus j. അപ്പോൾ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു 3/2 മെട്രിക്സ് ആണ് അല്ലെ. ഇതിൽ 3 റോസും 2 കോളംസും ഉള്ളത്. അപ്പൊ A11 ഉണ്ടാവും, A12 ഉണ്ടാവും, A21 ഉണ്ടാവും, A22 ഉണ്ടാവും, A31 ഉണ്ടാവും, A32 ഉണ്ടാവും അല്ലെ. 3 റോയും 2 കോളവുമാണ് വേണ്ടത്. ഓരോന്നായിട്ട് കണ്ടുപിടിച്ചോളൂ. A11 എന്ന് പറഞ്ഞാൽ ഇവിടെ ഐയും ജെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3ij 3 into 1 minus 1 that is equal to 2 എന്ന് വരും. ഈ A12 എന്ന് പറഞ്ഞാൽ എന്താ? that is 3 minus 2 that is equal to 1 എന്ന് വരും. ഈ A21 is 6 minus 1 that is equal to 5 എന്ന് കിട്ടും. A22 എന്ന് പറയുന്നത് 6 minus 2 that is equal to 4 എന്ന് കിട്ടും. A31 എന്ന് പറയുന്നത് 9 minus 1 8 എന്ന് കിട്ടും. A32 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 9 minus 2 9 minus 2 that is equal to 7 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ മെട്രിക്സ് എ എങ്ങനെ എഴുതാം? 2 1 5 4 8 7 അല്ലെ. ഇതാണ് നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഓക്കെ. 9ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എക്സ്പ്രസ് 2 3 1 -4 ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ എ ആണ് 2 3 1 -4. എ ട്രാൻസ്പോസും കൂടെ കണ്ടുപിടിക്കുക. എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് അല്ല കേട്ടോ, ട്രാൻസ്പോസ് ആണേ. A transpose is 2 3 1 -4. Okay. ഇനി P എഴുതാ. P is half into A plus A transpose ആണ്. That is equal to half into add ചെയ്തോളൂ. 2 plus 2 4 3 plus 1 4 1 plus 3 4 and 4 minus 4 minus 4 minus 4 minus 8. 2 കൊണ്ട് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ഇവിടെ 2 2 2 minus 4 എന്ന് കിട്ടും. ഇതാണ് P. ഇത് സിമെട്രിക് അല്ലേ? ഓക്കെ, സിമെട്രിക് ആണ് അല്ലെ. ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടുക. ഇനി അതുപോലെ Q കണ്ടുപിടിക്കുക. ഇറ്റ് ഇസ് 1/2 into A minus A transpose. That is equal to 1/2 into A minus A transpose. 2 minus 2 0 3 minus 1 2 1 minus 3 minus 2 minus 4 minus 4 plus 4 ആവും 0 എന്ന് വരും. അപ്പൊ ഇത് എന്താണ്? സിമെട്രിക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത് സിമെട്രിക് ആണ്, സിമെട്രിക്, and this one is skew symmetric. Skew symmetric. ഓക്കെ. ഇനി നമ്മൾ എഴുതേണ്ട എന്താ വെച്ചാൽ P plus Q എന്താന്ന് ആഡ് ചെയ്ത് എഴുതാം. എന്താ P plus Q? ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. 2 ഡിവൈഡ് ചെയ്ത് എന്താ വരും? അത് 0 1 -1 0 എന്ന് വരുവേ. 0 1 -1 0 എന്ന് വരും. അത് ഇവിടെ ആഡ് ചെയ്താൽ മതി നമുക്ക്. 2 2 2 -4 ഇതാണ് ഹാഫ് ഇൻറ്റു A plus A transpose പ്ലസ് ഹാഫ് ഇൻറ്റു A minus A transpose എന്ന് പറഞ്ഞാൽ 0 1 -1 0. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കിക്കേ? 2 3 1 -4 2 3 1 -4 ഇത് തന്നെയാണ് നമ്മുടെ A വരുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ ആൻസർ 4 മാർക്കിന്റെ ചോദ്യം ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി വേണമെങ്കിൽ ചില ആളുകളൊക്കെ പറയും, ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, P എന്ന് പറയുന്നത് സിമെട്രിക് ആണെന്നും Q എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യൂട്ടോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. ഇത് തീറമാണ് അല്ലെ. 1/2 into A plus A transpose പറഞ്ഞത് സിമെട്രിക് ആണെന്നും 1/2 into A minus A transpose പറഞ്ഞ സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമുക്ക് അറിയാം. പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് 10ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. Write two non-zero matrices A and B such that AB equal to 0. എയും ബിയും 0 അല്ലാതെ AB 0 ആവുന്ന മെട്രിക്സുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. 1 0 0 0 എന്ന് പറഞ്ഞൊരു മെട്രിക്സും പിന്നെ B എന്ന് പറഞ്ഞിട്ട് 0 0 0 1 എന്ന് പറഞ്ഞ മെട്രിക്സും എഴുതിയാൽ ഇത് രണ്ടും 0 മെട്രിക്സുകളല്ല. AB എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എന്താ നോക്കി നോക്കൂ. 1 into 0 0 0 into 0 0 plus 0 1 into 0 0 0 into 1 0 1 into 0 sorry 0 into 0 0 0
പിന്നെ ഇവിടെയും 0, ഇവിടെയും 0. കംപ്ലീറ്റ് ആയിട്ട് എന്തായി വന്നു നോക്ക്, 0 എന്ന് കിട്ടിയില്ലേ. 1 മാർക്കിന്റെ ചോദ്യമായത്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ അല്ല കേട്ടോ, ഇഷ്ടംപോലെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അത് ഓർത്തു വെച്ചു. 11. 12ാമത്തെ ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യവും ഇത് തന്നെയാണ്. എക്സ്പ്രസ് എ ഈസ് ആസ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചോളൂ. 1 -1 2 3. ഓക്കെ, ഇത് -1 ആണ്. 7 പോലെയൊക്കെ തോന്നും. -1 ആണ്. ഇതാണ് എ ട്രാൻസ്പോസ്. നമുക്ക് പി കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ത് വരും? ഹാഫ് ഇൻറ്റു ആഡ് ചെയ്തോളൂ ഇത് രണ്ടും കൂടെ 2 1 1 6. ഓക്കെ, ഇനി ക്യൂ കണ്ടുപിടിക്കുക. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എന്ത് വരും? ഹാഫ് ഇൻറ്റു സബ്ട്രാക്ട് ചെയ്താൽ 1 -1 0 -1 -2 -3. ഓക്കെ, പിന്നെ 2 -1 3 3 -3 0 അല്ലെ. ഈ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് കോമൺ ആണ്, രണ്ടിനും കൂടെ പുറത്തേക്ക് എടുക്കുക. പി ദാറ്റ് ഇസ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 2 1 1 6 ആണ്. പ്ലസ് ഇവിടെ 0 -3 3 0 ആണ് അടുത്ത്. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആഡ് ചെയ്തോളൂ രണ്ട് മെട്രിക്സ് ഉള്ള തമ്മിൽ 2 -2 4 and 6 എന്നാ വരിക അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 -1 2 3 എന്ന് കിട്ടും. 1 -1 2 3. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് അല്ലെ. ദിസ് ഇസ് എ. അപ്പോ ഇത്രയും 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു കേട്ടോ ഇത്. 12ാമത്തെ ചോദ്യം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. 13ാമത്തെ ചോദ്യം. നമുക്കിവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അത് 2/3 മെട്രിക്സ് ആണ്. അതിന്റെ എലമെന്റ്സ് ഒക്കെ എ ഐ ജെ ഈക്വൽ ടു ഐ പ്ലസ് ജെ ഫോർമാറ്റിലാണ് ഉള്ളത് അല്ലെ. എ എന്ന് പറഞ്ഞ മെട്രിക്സ് 2/3 മെട്രിക്സ് ആണെങ്കിൽ അതിൽ ഏതൊക്കെ എലമെന്റുകൾ ഉണ്ടാവും? A11 ഉണ്ടാവും, A12 ഉണ്ടാവും, A13 ഉണ്ടാവും, പിന്നെ A21 ഉണ്ടാവും, A22 ഉണ്ടാവും, A23 ഉണ്ടാവും അല്ലെ. ഇത്രയാണ് ഉണ്ടാവുക. 6 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ഇനി ഇതൊക്കെ സഫിക്സുകൾ കൂട്ടിയാണ് നമ്മൾ ഓരോ എലമെന്റ്സ് എഴുതുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം അല്ലെ. എന്താണ് 1 + 1 2, പിന്നെ 1 + 3 1 + 2 3 1 + 3 4. ഓക്കെ, അത് 2 + 1 3, അടുത്തത് 2 + 2 4, അടുത്തത് 3 + 3 6. ഇതാണ് നമ്മുടെ മെട്രിക്സ് എ. ഓക്കെ, ഇനി അതുപോലെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 3 4 3 4 and 6. 3 4 and 6. അപ്പൊ ഇതാണ് എ ട്രാൻസ്പോസ് അല്ലേ. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചോളൂ. എ ഇൻറ്റു എ ട്രാൻസ്പോസസ് 2 3 4 3 4 6. ഇതാണ് എ ഇൻറ്റു എ ട്രാൻസ്പോസസ് 2 3 3 4 and 4 6. ഇതാണ് എ ട്രാൻസ്പോസ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് എന്താ നോക്കൂ. ഇതൊരു 2/3 മെട്രിക്സ് ആണ്. ഇതൊരു 3/2 മെട്രിക്സ്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും കേട്ടോ. നോക്കാം എന്താ കിട്ടുന്നത് നോക്കിക്കേ. 2 × 2 4 പ്ലസ് 3 × 3 9 പ്ലസ് 4 × 4 16. ഇനി അടുത്തത് 2 × 3 6, പിന്നെ 3 × 4 12, 4 × 6 24. ഫസ്റ്റ് റോ കഴിഞ്ഞു. സെക്കൻഡ് റോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 6 12 plus 24, അടുത്തത് 9 plus 16 plus 36. ഓക്കെ, ദാറ്റ് ഇസ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കിക്കേ. 29, ഇത് എത്ര കിട്ടും? 30 and 42 അല്ലേ. ഇത് 12 അല്ലേ. യെസ്, 30 and 42. ഇവിടെ അത് തന്നെയാണ് 42 കിട്ടും. ഇത് 36 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 52 പ്ലസ് 9 61 കിട്ടും. ശരിയല്ലേ? 61 തന്നെയാണോ നോക്കണേ, ശ്രദ്ധിക്കണം. ഞാൻ കാൽക്കുലേഷൻസ് ഒക്കെ ചിലപ്പോൾ നമ്മളോടൊക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, മാറിപ്പോരുത്. 42 and കറക്റ്റ് അല്ലേ?
ഇത് എവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ നോക്കിക്കേ. ഈ എലമെന്റിൽ പ്രശ്നമുണ്ട് അല്ലേ? യെസ് യെസ് യെസ്. ഒരു മിനിറ്റ്, ഞാൻ എഴുതിയ എലമെന്റിൽ പ്രശ്നമുണ്ട്. ഇത് ശരിക്കും എന്തായിരുന്നു? ഇത് 2 3 ആയിരുന്നു അല്ലെ? അപ്പൊ ഇത് എന്താ വരിക? ഇത് 6 ആ വരിക കേട്ടോ. സോറി 5 ആ വരിക, 6 അല്ല. ദിസ് ഇസ് 5. ഓക്കെ, അപ്പോ ഇവിടേക്ക് ഒന്ന് മാറ്റിക്കോളൂ. ഇത് 5 ആ വരിക, ഇത് 5 ആ വരിക, ഇത് 5. ഓക്കെ, therefore this is 5, this is 5 and this is 5 again. അപ്പോ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഓക്കെ കുഴപ്പമില്ല. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കുഴപ്പമുണ്ടാവും. ലാസ്റ്റ് എലമെന്റ് 20 ആണ് അല്ലെ? അപ്പൊ ദിസ് ഇസ് നോട്ട് 24, ദിസ് ഇസ് ആക്ച്വലി 20. ദിസ് ഇസ് 24 അല്ല, ഇത് 20 ആണ് കേട്ടോ. അപ്പൊ ഇതും 24 അല്ല, 20 ആണ്. ഓക്കെ, ദിസ് ഇസ് 20 ആൻഡ് ദിസ് ഇസ് അഗെയിൻ 20. ഇവിടെ 36 അല്ല കിട്ടുക, ഇറ്റ് ഇസ് 25 എന്നാണ് കിട്ടുക അല്ലെ? 5 into 5 25 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ therefore this is ഇവിടെയും ചെറിയ മാറ്റമുണ്ട്. എന്ത് വരും? This will be 16 plus 12, 18 plus 20, 38 എന്ന് വരും അല്ലേ? This is 38, this is again 38 and this is 50 എന്ന് കിട്ടും ലാസ്റ്റ് 50. ഓക്കെ, കറക്റ്റ് ചെയ്യണേ, കറക്റ്റ് ചെയ്യണം. നമ്പേഴ്സ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവേ, ആൻസർ ഒക്കെ കംപ്ലീറ്റ് തല തിരിഞ്ഞു വരും. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള എ ബി എ ഇൻറ്റു എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് എന്ത് വരും? ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ 29, 38, 38 ആൻഡ് 50 അല്ലെ? ഇങ്ങനെ വരും. ദിസ് ഇസ് അഗെയിൻ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. എ ഇൻറ്റു എ ട്രാൻസ്പോസ് സിമ്മട്രിക് ആണ് നമുക്ക് മനസ്സിലായി അല്ലെ? അത് ഇവിടെ എഴുതി വെക്കാം. എ ഇൻറ്റു എ ട്രാൻസ്പോസ് സിമ്മട്രിക് ആണെന്നുള്ളത് ഇവിടെ എഴുതി വെക്കാം. എ ഇൻറ്റു എ ട്രാൻസ്പോസസ് symmetric, therefore symmetric. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കണം, ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാനുണ്ട്. ഫോർ എനി സ്ക്വയർ മെട്രിക്സ്, ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ളതാണ്. എനി സ്ക്വയർ മെട്രിക്സ് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമ്മട്രിക് എന്ന് പ്രൂവ് ചെയ്യാനുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞൊരു സ്ക്വയർ മെട്രിക്സ് എടുക്കാം. ഇനി അതിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് വരും നോക്കിയേ? എ പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അതിന്റെ ഹോൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് എ എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ഹോൾ ട്രാൻസ്പോസ് എന്ത് കിട്ടി? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് കിട്ടി. ദർഫോർ ഓൾവേസ് എ പ്ലസ് എ ട്രാൻസ്പോസസ് സിമ്മട്രിക് എന്ന് എഴുതാം. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിട്ട് കിട്ടും? സിമ്മട്രിക് ആയിട്ട് എഴുതാൻ പറ്റും, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് 13ാമത്തെ ചോദ്യമായിരുന്നു. ഒരു ചോദ്യം കൂടെ ഉണ്ട്, 13, 14ാമത്തെ ചോദ്യം നോക്കാം. For a symmetric matrix A, 2x 4 5 3 8 4 y 9. ഇത് സിമെട്രിക് ആണ്. എക്സും വൈയും കണ്ടുപിടിക്കാം. സിമെട്രിക് ആണെങ്കിൽ എന്ന് പറയാൻ പറ്റും? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റും അല്ലെ? അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് 2x 4 5 3 8 4 y 9. ഇതാണ് എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ഈക്വൽ ടു ഇതിന്റെ ട്രാൻസ്പോസ് 2x 4 5 3 8 4 y 9. കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ x ഈക്വൽ ടു 5 എന്ന് കിട്ടും. x ഈക്വൽ ടു 5 ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ x ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇവിടെ y ഇതും കൂടെ ഇക്വേറ്റ് ചെയ്താൽ y ഈക്വൽ ടു 8 എന്ന് കിട്ടും. y ഈക്വൽ ടു 8. ഇവിടെ ഉണ്ട് y ഈക്വൽ ടു 8 അല്ലെ? അപ്പൊ x ഈക്വൽ ടു 5 ആൻഡ് y ഈക്വൽ ടു 8. ഇനി വെരിഫൈ ചെയ്യേണ്ടത് എ ഇൻറ്റു എ ട്രാൻസ്പോസും എ പ്ലസ് എ ട്രാൻസ്പോസും സിമ്മട്രിക് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾ ഈ ഒരു വാല്യൂ കൊടുത്തിട്ട് എ എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെ കൊടുക്കുക? 2 5 4 5 3 8 4 8 and 9 അല്ലെ? ഇങ്ങനെ എഴുതണം. ഇതാണ് എ. ഇനി ഇതിന്റെ കൂടെ എ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എ ട്രാൻസ്പോസ് എടുക്കുക. 2 5 4 5 3 8 4 8 9 അല്ലെ? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇപ്പൊ എന്ത് കിട്ടും? ഓരോന്നോരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 plus 25 plus 16. അടുത്തത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 10 plus 15 plus 32 അല്ലെ? അടുത്തത് ഫസ്റ്റ് റോ തേർഡ് കോളം 8 plus 40 plus 36. ഓക്കെ, അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 10 plus 15 plus 32. അടുത്തത് സെക്കൻഡ് റോ
second column 25, 9, 64. അടുത്തത് second row third column 20, 24 and 72 plus 72. Okay, അടുത്തത് third row first column 8 plus 40 plus 36. അടുത്തത് third row second column 20 plus 24 plus 72. Okay, അടുത്തത് last row last column third row third column ആണ് 16 plus 64 plus 81 വരും അല്ലെ. ഇത്രയാണ് ഉണ്ടാവുക. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കുക. ഞാനിവിടെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. കുറച്ച് വലിയ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. അതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്പേഴ്സ് ഒന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. 45, 57 കറക്റ്റ് തന്നെയല്ലേ എന്ന് വെരിഫൈ ചെയ്യണേ. 84 പിന്നെ 57, 98, 116. നെക്സ്റ്റ് വരുന്നത് 84, 116 and 161. ഇതാണ് A into A ട്രാൻസ്പോസ് വരുന്നത്. ഇതിന്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കുക. എന്താ കിട്ടുക? 45, 57, 84, 57, 98, 116, 84, 116, 161. ഇത് എന്ത് തന്നെയാണ്? ഇത് A into A ട്രാൻസ്പോസ് തന്നെയാണ് അല്ലെ. അപ്പോൾ എന്തായി നമുക്ക് പറയാം? ഇത് സിമെട്രിക് ആണ് എന്ന് നമുക്ക് പറയാം. കുറച്ച് വലിയ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. മെട്രിക്സ് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. A into A ട്രാൻസ്പോസ് A plus A ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്കാണ് കിട്ടുക. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതൊക്കെയാണ് മെട്രിക്സിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒന്ന് സിമെട്രിക് ആണ്, സ്ക്യൂ സിമെട്രിക് ആണ് എന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പഠിച്ചോളൂ. പിന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കുക. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് എല്ലാവർക്കും നന്നായിട്ട് മെട്രിക്സിലെ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റട്ടെ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.